Hi all, this is part 1 of module 1. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമേ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതേപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതിൻ്റെ കമ്പാരിസണും പറയുന്നുണ്ട്. നമുക്കാദ്യം എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് നോക്കാം. സോ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ദർ വിൽ ബി സെറ്റ് ഓഫ് ഫങ്ഷൻസ്. ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ആ ഒരു പ്രോഗ്രാം they are divided into different functions. ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെൽ ഓർഗനൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിത്ത് എ സ്പെസിഫിക് ഫങ്ഷൻ നെയിം. നമ്മളൊരു C++ൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ എന്താണ് ഫങ്ഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൽ ഓർഗനൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ദർ വിൽ ബി ഡേറ്റ കളക്ഷൻ ഫങ്ഷൻസ്, ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടാകാം. ദെൻ ദർ ക്യാൻ ബി സം കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ ഫങ്ഷൻസ്, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഫങ്ഷൻസ് ഉണ്ടാകാം. ദെൻ ഔട്ട്പുട്ട് കാണിക്കാനുള്ള, അതായത് പ്രിൻ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ടാകാം. എനിവേ ദർ വിൽ ബി ന്യൂമറസ് ഫങ്ഷൻസ്. ഇവിടെ പ്രിഫറൻസ് ഈസ് ഗിവൻ ഫോർ ദ ഫങ്ഷൻസ് ഓർ ദ സബ് റൊട്ടീൻസ്. ഡേറ്റയ്ക്കല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ഫങ്ഷൻസിനാണ്. നമ്മൾ ഓർക്കാതെ തന്നെ ഡേറ്റ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാണിച്ചിരിക്കുന്നത് നോക്കുക. നോർമലി ഇത്തരം ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ സർട്ടൻ ഫ്ലോ ചാർട്ട്സ് ഓർ അൽഗോരിതംസ്. ഇനി അവിടെ തന്നെ ഡേറ്റ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കും. എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്? അതായത് ഓൾ ദ ഫങ്ഷൻസ് ഇൻ യുവർ പ്രോഗ്രാം ക്യാൻ ആക്സസ് ദിസ് ഗ്ലോബൽ ഡേറ്റ. ഒരു വേരിയബിൾ ഗ്ലോബലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷൻസിനും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. ഇനി അതേപോലെ തന്നെ ലോക്കൽ ഡേറ്റയും ഉണ്ടാകാം. ലോക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഫങ്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്ത് ഒരു പർട്ടിക്കുലർ വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തു, അത് പുറത്തു നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അത്തരം ഡേറ്റയാണ് ലോക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസിൽ ദേ വിൽ ബി ലോക്കൽ ഡേറ്റ ആസ് വെൽ ആസ് ഗ്ലോബൽ ഡേറ്റ. ഇനി ഇതിൻ്റെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്, നമ്മൾ ലാർജ് പ്രോഗ്രാംസ് വരുമ്പോൾ അവിടെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡേറ്റ ഹാൻഡ്ലിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ്, അതായത് ബേസ്ഡ് ഓൺ അൽഗോരിതംസ് ഓർ ഫ്ലോ ചാർട്ട്. ദറ്റ് ഈസ് പ്രൊസീജിയർ ഡിപ്പെൻഡൻറ്റ്. ഇനി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിരിക്കും. നമ്മുടെ ടാസ്കിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ യൂസ് ചെയ്യുക. ഒത്തിരി ഫങ്ഷൻസ് അവിടെ വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഷെയർ ഗ്ലോബൽ ഡേറ്റ. അപ്പോൾ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഫങ്ഷൻ ടു ഫങ്ഷൻ ഫ്രീ ആയിട്ട് ഡേറ്റ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷനും അവിടെ കൊടുക്കുന്നില്ല. വിസിബിലിറ്റി ഫാക്ടർ ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാ ഫങ്ഷൻസിനും ഇത്തരം ഗ്ലോബൽ ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊസീജിയർ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ബേസ്ഡ് അത്തരം പ്രോഗ്രാമിംഗ് സ്റ്റൈലിനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൻ ഫോർ ഡേറ്റ പ്രൈവസി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റൽ മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ദേ ആർ ഡികമ്പോസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. ഇറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ക്ലാസ്സും ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എനിവേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രിഫറൻസ് ഈസ് ഗിവൻ ഫോർ ഒബ്ജക്ട്സ്. ദെൻ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷൻസും ഡേറ്റയും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. സോ വി ക്രിയേറ്റ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് എറൗണ്ട് ദീസ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റിനെ വെച്ച് മാത്രമേ നമുക്ക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ദ പ്രിഫറൻസ് ഈസ് ഗിവൻ ഫോർ ദ ഡേറ്റ. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഹിയർ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആർ ബൗണ്ടഡ് ഓർ പ്രൊട്ടക്റ്റഡ് വിത്ത് യുണീക്ക് ഒബ്ജക്റ്റ്. ഒരു കാര്യം നോട്ട് ചെയ്യുക, ഫങ്ഷൻസ് ഓഫ് വൺ ഓബ്ജക്റ്റ് ക്യാൻ ആക്സസ് ദ ഫങ്ഷൻസ് ഓഫ് അതർ ഓബ്ജക്ട്സ്. കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ
മെയിൻ ഫീച്ചേഴ്സാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് എംഫസിസ് ഓൺ ഡേറ്റ. ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഫോർ ഡേറ്റ, നോട്ട് ദ പ്രൊസീജിയർ. ദെൻ പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് കോൾഡ് ഒബ്ജക്ട്സ്. നമുക്കിവിടെയും ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ക്ലാസ്സിനകത്താണ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു വെൽ സ്ട്രക്ചേർഡ് ഫോമാറ്റിലാണ് ക്ലാസ് ഇരിക്കുക. ക്ലാസ്സിനകത്ത് മെമ്പർ ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഫങ്ഷൻസിനെയാണ് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇത്തരം ഫങ്ഷൻസിനെയും വേരിയബിൾസിനെയും ആക്സസ് ചെയ്യുമ്പോൾ നമ്മളൊരു എൻറ്റിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഡേറ്റ മെമ്പേഴ്സ് ആക്സസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രൈവസി ഇവിടെ കൊടുക്കുന്നുണ്ട് ഡേറ്റയ്ക്ക്. ദെൻ ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ വെൽ പ്രൊട്ടക്റ്റഡ് വിത്ത് ഒബ്ജക്ട്സ്. ദെൻ ഡേറ്റ ക്യാൻ ബി ഹിഡൻ, അതായത് കനോട്ട് ആക്സസ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഇത്തരം പ്രോഗ്രാമിംഗ് സ്റ്റൈലിനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ സെർട്ടൺ പ്രൊസീജിയർ. നമ്മൾ ഒബ്ജക്ട്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച്. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെയിൻ കോൺസെപ്റ്റ്സ് നോക്കാം. അതിലാദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ്. എന്താണ് ഡേറ്റ മെമ്പേഴ്സ്, എന്താണ് മെമ്പർ ഫങ്ഷൻസ്? ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. ഇൻറ്റീജർ ടൈപ്പ് വരാം, ഫ്ലോട്ട് വരാം, ക്യാരക്ടർ ടൈപ്പ് വരാം. ഇപ്പോൾ ഡേറ്റ എന്താണോ അതിൻ്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യണം. അത്തരം വേരിയബിൾസിനെയാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെമ്പർ ഫങ്ഷൻസും വരാം. അതായത് ഒരു ക്ലാസ്സിനകത്ത് വരുന്ന ഫങ്ഷൻസിനെയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ എ മെമ്പർ ഫങ്ഷൻസ് വിൽ ഹാവ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇത്തരം ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും വെൽ ഓർഗനൈസ്ഡ് മാനറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്, കളക്ഷൻ ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ്. ഒരു എക്സാമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ കാർ എന്ന് പറയുന്നതാണ് ക്ലാസ്. ഒരു ക്ലാസ് അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, കീവേഡ് ക്ലാസ്. ദെൻ ക്ലാസ് നെയിമാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് കാർ. ഇനി അതിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് വരാം. ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കാറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മെമ്പേഴ്സ്, സ്പീഡ് ലിമിറ്റ്, മൈലേജ്, ദെൻ കപ്പാസിറ്റി ഓഫ് ദ വെഹിക്കിൾ, ഇതെല്ലാം തന്നെ ഡേറ്റ മെമ്പേഴ്സാണ്. ഇനി മെമ്പർ ഫങ്ഷൻ, ഒരു സ്പെസിഫിക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ്. ഇപ്പോൾ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, അപ്ലൈ ബ്രേക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അത്തരം ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ പറയുന്ന ഫങ്ഷനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദെൻ അനദർ ഫങ്ഷനാണ് ഇൻക്രീസ് സ്പീഡ്. അവിടെയും ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും, നമ്മൾ കോഡ് എഴുതേണ്ടി വരും. എനിവേ, ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസും ഒരു ക്ലാസ്സിനകത്താണ് വെൽ ഓർഗനൈസ്ഡ് മാനറിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഇൻ ഓർഡർ ടു ആക്സസ് ദീസ് മെമ്പേഴ്സ് വി നീഡ് ടു ക്രിയേറ്റ് ഓബ്ജക്ട്സ്. കാർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഓബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനകത്ത് വരുന്ന മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഇങ്ങനെയാണ്: ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ്. ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് കാറാണ്. അപ്പോൾ കാർ സ്പേസ് വൺ ഒബ്ജക്റ്റ് നെയിം. ഞാനിവിടെ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ദ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബ്ലൂ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഡേറ്റ മെമ്പേഴ്സ് ആക്സസ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട് ഡേറ്റ മെമ്പർ, അതായത് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഡോട്ട് സ്പീഡ് ലിമിറ്റ് നമുക്കൊരു വാല്യൂ കൊടുക്കാം, ഈക്വൽ ടു 90 km/h ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈലേജ് കൊടുക്കാം, എക്സ് ഡോട്ട് മൈലേജ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഓബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ 2 വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റിയും കൊടുക്കാം. ഇനി മറ്റൊരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിൻ്റാണ്. മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, കാർ വൈ എന്ന് കൊടുക്കാം. ദെൻ ആ ഒരു വൈനെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ വീണ്ടും വീണ്ടും ക്ലാസ് ആക്സസ് ചെയ്യാം. സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ യൂസേജ് എന്താണ്? കോഡ് റീയൂസബിലിറ്റി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so an object is an identifiable entity with some characteristics and behavior.
അതെന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ നെയിം ആകാം, പ്ലേസ് ആകാം, വെഹിക്കിൾ ആകാം, ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യേണ്ട ഏതൊരു ഐറ്റവും ആവാം. അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. അവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് വെച്ച് അവിടെ ഡേറ്റയും ഫംഗ്ഷനും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ അവിടെ വേരിയബിൾസ് എന്ന് പറയുന്നത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മാർക്സ് ഓഫ് സബ്ജക്ട്സ്, ഇതൊക്കെയാണ്. ഇനി മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ്, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള മറ്റൊരു ഫംഗ്ഷൻ. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് നെയിം ആക്സസ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നമുക്കൊരു നെയിം കൊടുക്കാം. ദെൻ സ്റ്റുഡൻറ്റ് ഡോട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. മാർക്സ് ഓഫ് സബ്ജക്ട്സ് ആക്സസ് ചെയ്യാം. അതേപോലെ ഇത്തരം ഫങ്ഷൻസും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആർ വെൽ പ്രൊട്ടക്റ്റഡ് വിത്ത് ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എൻക്യാപ്സുലേഷൻ, അതേപോലെ തന്നെ ഡേറ്റ ആബ്സ്ട്രാക്ഷൻ. സോ റാപ്പിംഗ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഈ ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലാസ് എന്നാണ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എൻക്യാപ്സുലേഷൻ. ഇപ്പോൾ വെൽ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്താണ് മെമ്പർ ഫങ്ഷൻസും വേരിയബിൾസും വരുന്നത്. വി കനോട്ട് ആക്സസ് ഡേറ്റ ഓർ ഫങ്ഷൻസ് ഇൻസൈഡ് ദ ക്ലാസ് ഡയറക്ട്ലി, ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒബ്ജക്റ്റ് we can access these functions or data. So the insulation of data from direct access by the program is called the data hiding or information hiding. അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ ദ അബ്സ്ട്രാക്ഷൻ മീൻസ് ഡിസ്പ്ലേയിങ് എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ആൻഡ് ഹൈഡിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഫങ്ഷൻസ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ഒരാൾ കാർ ഡ്രൈവ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് ദ കാർ. പക്ഷേ ഹി ഡസ് നോട്ട് നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് പ്രോസസ്. അതായത് ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചിട്ടാണോ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത്? അല്ല. അത്തരം ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി C++ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ POW എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഓഫ് എ നമ്പർ. അപ്പോൾ പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, ഓൾറെഡി തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതെ തന്നെ നമുക്കിത്തരം പവർ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. പവർ ഓഫ് എ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഫീച്ചറാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ഇതാണ്: ഹാവിങ് മെനി ഫോംസ്. ആൻ ഓപ്പറേഷൻ മേ ഹാവ് ഡിഫറെൻറ്റ് ബിഹേവിയർ ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഈ ഒരു ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരു അഡീഷൻ ഓപ്പറേഷൻ നോക്കാം. അവിടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ഓപ്പറേറ്ററാണ്. 2 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് സം. ഇനി ഓപ്പറൻസ് എന്ന് പറയുന്നത് സ്ട്രിങ്സ് ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി സ്ട്രിങ് കൺകാറ്റനേഷൻ. ഇവിടെ ഒരു സ്ട്രിങ് 1 ഉണ്ടെന്ന് വയ്ക്കുക, പ്ലസ് സ്ട്രിങ് 2. അവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊരു തേർഡ് സ്ട്രിങ് ആണ്, സ്ട്രിങ് കൺകാറ്റനേഷൻ. ജോയിൻ ചെയ്ത ഫോമിൽ തേർഡ് സ്ട്രിങ് കിട്ടും. അപ്പോൾ സെയിം ഓപ്പറേറ്റർ, ഡിഫറെൻറ്റ് ബിഹേവിയർ ഉണ്ട്. ഇതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. പ്ലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ അഡീഷൻ ആസ് വെൽ ആസ് സ്ട്രിങ് കൺകാറ്റനേഷൻ. അവിടെ ഓപ്പറൻസ് മാറുന്നതനുസരിച്ചാണ് അതിൻ്റെ ബിഹേവിയർ മാറുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ ഡ്രോ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ഡ്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ഫംഗ്ഷൻ തന്നെ ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അവിടെ സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട് സെയിം ഫംഗ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി ബോക്സ് ഡ്രോ ചെയ്യാൻ സെയിം ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനും സെയിം ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം ഫംഗ്ഷൻ പെർഫോമിങ് ഡിഫറെൻറ്റ് ടാസ്ക്. ഇതിനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിമോർഫിസം തന്നെ 2 കാര്യങ്ങൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യണം: ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആൻഡ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ പറയാം. ദെൻ മറ്റൊരു കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. It is a capability of a class to derive
പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം അനദർ ക്ലാസ്. അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ താഴത്തെ ഒരു ക്ലാസ് നോക്കുക. ഇവിടെ റോബിൻ എന്ന് പറയുന്ന ബേർഡ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഫ്ലൈയിങ് ബേർഡ് ക്ലാസ്. ഓക്കെ, ഈ ഫ്ലൈയിങ് ബേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ പാർട്ട് ഓഫ് സൂപ്പർ ക്ലാസ് ബേർഡ്. അവിടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻഹെർട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ റോബിൻ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ഫ്ലൈയിങ് ബേർഡ്സ്. ഫ്ലൈയിങ് ബേർഡ്സിനുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ റോബിനിലോട്ട് പോകുന്നുണ്ട്, റോബിൻ ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈയിങ് ക്ലാസ് എന്ന് പറയുന്നത് ബേർഡ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ് എന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ചെയ്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അവിടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെമ്പർ ഫങ്ഷൻസ് ആൻഡ് വേരിയബിൾസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ ആഡ് അഡീഷണൽ ഫീച്ചേഴ്സ് ടു എ എക്സിസ്റ്റിംഗ് ക്ലാസ് വിത്തൗട്ട് മോഡിഫൈയിങ് ഇറ്റ്. നമുക്ക് മോഡിഫൈ ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം, നമ്മൾ ഇൻഹെർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, മറ്റൊരു ഫീച്ചറാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. സോ ദ ഒബ്ജക്ട്സ് ആർ മെയ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഓർ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഈ ഒരു മെക്കാനിസമാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ദെൻ അനദർ ഫീച്ചർ ഈസ് ഡൈനാമിക് ബൈൻഡിങ്. സോ ഇൻ ഡൈനാമിക് ബൈൻഡിങ് ദ ഫങ്ഷൻ കോൾ വിൽ ഹാപ്പൻ ഓൺലി അറ്റ് ദ റൺ ടൈം. കമ്പൈൽ ടൈം ആവാം അല്ലെങ്കിൽ റൺ ടൈം ആകാം. റൺ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഡ്രോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ 3 രീതിയിൽ അത് യൂസ് ചെയ്യാം. നമ്മളവിടെ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനനുസരിച്ചാണ് ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് റൺ ടൈമിൽ നമ്മളവിടെ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കും അവിടെ ഡ്രോ ചെയ്യുന്നത്. ഇനി അവിടെ പാസ് ചെയ്യുന്ന സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഡ്രോ ഓഫ് സർക്കിൾ ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ റൺ ടൈമിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ വെർച്വൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇനി വരുന്ന മോഡ്യൂൾസിൽ നമ്മൾ കൂടുതലായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ഊപ്സ് ആണ് അടുത്ത് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മെസ്സേജ് പാസിംഗ്, ഡൈനാമിക് ബൈൻഡിങ്, ഇൻഹെറിറ്റൻസ്, ഡേറ്റ ഹൈഡിങ്, ഇതെല്ലാം തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബെനഫിറ്റ്സ് ആണ്. അതുകൂടാതെ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഊപ്സ്, അതും ഒന്ന് നോട്ട് ചെയ്യുക. കുറേ കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് ഇത് ചോദിക്കാം. ബെനഫിറ്റ്സ് ഓഫ് ഊപ്സും ആപ്ലിക്കേഷൻ ഓഫ് ഊപ്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ബേസിക് C++ പ്രോഗ്രാമിംഗ്, അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതിൽ വരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.